നമസ്തേ, ഞാൻ ഗീതാ ശിവൻ. ഞാൻ കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു മറുപടിയാണ്. നിങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നത്. ഞാൻ ആരാണെന്ന് അതിനകത്ത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞേക്കാം. ഞാനൊരു സൈക്കോളജിസ്റ്റും ഹിപ്നോട്ടിക് റിസർച്ച് വെൽനസ് കോച്ചും ജ്യോതിഷ, മാന്ത്രികം, താന്ത്രികം, യാന്ത്രികം, അതുപോലെ ആസ്ട്രോ ഹീലിംഗ്, റെക്കി ഹീലിംഗ്, പാരാസൈക്കോളജി, പെൻഡുലശാസ്ത്രം ഇങ്ങനെ ഈ വിധത്തിലുള്ള ഒരു 18ഓളം ശാസ്ത്രങ്ങൾ ഞാനത് എന്തൊക്കെയാണെന്നൊന്ന് അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ വീഡിയോ ആയിട്ട് വരുന്നതിൻ്റെ ഉദ്ദേശം നമ്മുടെ ഇടയിലുള്ള ഒരുപാട് യുവതി യുവാക്കൾക്കുണ്ടായിട്ടുണ്ടാകുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രശ്നമാണ് തൊഴിൽ മേഖല. വിദ്യാസമ്പന്നരായിട്ടുള്ള കുട്ടികളെ ടെസ്റ്റ് എഴുതിയാൽ പരാജിതരാകുന്നുണ്ട്. അപ്പോൾ ഒരു ടെസ്റ്റ് എഴുതിയാൽ എങ്ങനെ വിജയിക്കാം എന്നതാണ് എൻ്റെ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് ഇത് ഉൾക്കൊള്ളണം. എന്നിട്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പാക്കണം. എന്നാൽ മാത്രമേ എൻ്റെയും നിങ്ങളുടെ ഉദ്ദേശം ശരിയാകും. എൻ്റെ ഉദ്ദേശം നിങ്ങൾ ജയിക്കണം, നല്ല രീതിയിൽ ഒരു ജോലി കരസ്ഥമാക്കണം എന്നത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. അതുപോലെ തന്നെ നിങ്ങളുടെ ഉദ്ദേശം അത് തന്നെ ആയിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊക്കെ നല്ല രീതിയിലൊരു ജോലി ഒരു ടെസ്റ്റ് പാസ്സാകാൻ എങ്ങനെ നമുക്ക് ഒരു ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ പറ്റും, അതല്ല ഒരു ടെസ്റ്റ് എഴുതാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം തന്നെ 15-ാം തീയതി എന്ന് ഒരു ഡേറ്റ് നമുക്കൊരു ടെസ്റ്റ് ഉണ്ട്, അതല്ലേ നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് എന്ന് നമുക്ക് അറിയിപ്പ് കിട്ടി. അപ്പോഴേ ഒരു 100-ൽ 70% കുട്ടികളും ഇവരെന്ത് ചെയ്യുന്നറിയാമോ? അലസരാണ്, അലസത കാണിക്കും. കാരണം ഈ ടെസ്റ്റ് 15-ാം തീയതി ആണല്ലോ നടക്കുന്നത്. 15-ാം തീയതി നടക്കുന്ന ടെസ്റ്റിന് ഇന്ന് 1-ാം തീയതി ആയിട്ടുള്ളൂ. കാരണം ഞാൻ ഉദാഹരണം പറയുവാന്നേ, ഇന്നത്തെ ഡേറ്റ് അല്ല പറയുന്നത്, ഇന്ന് 1-ാം തീയതി ആയിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് മുതൽ 15 ദിവസം വരെ, അല്ല എനിക്ക് 15 ദിവസം മുതൽ എൻ്റെ മുന്നിൽ ദിവസമുണ്ട്. അപ്പം നാളെ ആട്ടെ പഠിക്കാം. അപ്പം നാളെ വിചാരിക്കും മറ്റേന്നാളാട്ടെ പഠിക്കാം. മറ്റേന്നാൾ വിചാരിക്കും ഇനിയുണ്ടല്ലോ സമയം പഠിക്കാം. ഇങ്ങനെ വിചാരിച്ച് 100-ൽ 90% കുട്ടികളും തലേ ദിവസം ഈ ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും. ടെസ്റ്റ് വല്ലതും കിട്ടുമോ? കിട്ടത്തുമില്ല. ഇവർക്ക് വല്ലതും അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? അവർ ചെന്ന് അറ്റൻഡ് ചെയ്ത് കറക്കി കുത്തി മൈനസ് മാർക്കുമൊക്കെ മേടിച്ച് അവരിങ്ങ് പോരും. പക്ഷേ ഇങ്ങനെ ഒരിക്കലും ഏതൊരു വിഷയത്തെ അഭിമുഖീകരിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നവർക്ക് പരാജയമേ പറ്റൂ. അതിന് വേണ്ടുന്ന ഒരു കാര്യം 15 ദിവസം നമ്മുടെ മുന്നിലുണ്ട്. അപ്പം നമ്മളെന്ത് ചെയ്യണം? ഈ ഇൻ്റർവ്യൂവിന് അല്ലെങ്കിൽ ഈ ടെസ്റ്റ് നമ്മൾ പഠിച്ച വിഷയമായിട്ട് എത്രമാത്രം അത് കമ്പയർ ആണെന്നൊന്നും നമ്മളവിടെ ചിന്തിക്കേണ്ട കാര്യമില്ല. എന്നാലും ഇതിനകത്ത് എന്തൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നത്, ഏത് വിഷയത്തെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നത് എന്ന് നമ്മൾ ആദ്യമേ ഒന്ന് ചിന്തിക്കണം. എന്നിട്ട് നമ്മൾ അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പ് ആദ്യം ചെയ്യുക. നമുക്ക് അറിയാവുന്ന പേപ്പർ കഴിവതും സോഷ്യൽ മീഡിയ സഹായത്തിന് അഭ്യർത്ഥിക്കുക തന്നെ ചെയ്യുക. സോഷ്യൽ മീഡിയയിലൂടെ തന്നെ നിങ്ങൾ ഇതിന് വേണ്ടുന്ന ആൻസറുകൾ മിക്കവാറും ക്വസ്റ്റ്യനും പഠിക്കണം, ആൻസറും പഠിക്കണം. ക്വസ്റ്റ്യനും ആൻസറൂടെ പഠിച്ചാൽ മാത്രമേ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് അതിൻ്റെ മൂല്യത മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ രണ്ടും മനസ്സിലാക്കിയിരിക്കണം, രണ്ടും പഠിച്ച്. ചില ആൾക്കാർ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ മാത്രം പഠിച്ചിട്ട് പോകും. ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ വളച്ചും തിരിച്ചുമൊക്കെ ചോദിക്കുമ്പം ചിലപ്പോൾ നമ്മൾ പഠിച്ച ആൻസറാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ പാടായിരിക്കും.
അങ്ങനെ പാടില്ല. അത് മുതിർന്നവർക്കും കൊച്ചു കുട്ടികൾക്കും എല്ലാം തന്നെ മൈൻഡ് ഒരുപോലെയേ ഉള്ളൂ. എല്ലാവർക്കും അതേ രീതിയിൽ തന്നെ ഞാൻ വീടെടുത്തതാ, ഞാൻ ഗ്രാജുവേറ്റാണ്, എനിക്കത് ഞാൻ ഇത്രയും മാത്രം പഠിച്ചിട്ടുണ്ട് എന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. ആ ഒരു ഇത് വരുമ്പോൾ എല്ലാവരുടെയും ഒരു മൈൻഡ് ഇതേപോലെ തന്നെ വരും. അറിവ് നേടുക എന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനെ നമ്മൾ മനസ്സിലാക്കി, അത് ക്വസ്റ്റ്യനും ആൻസറുടെ മനസ്സിലാക്കി, നല്ല നല്ല ഭംഗിയായിട്ട് മനസ്സിലാക്കി, അതോ ഒട്ടും മനസ്സിലാക്കാൻ പറ്റത്തില്ല, അതിന് എന്തെങ്കിലും ക്ലോ വിട്ട് പഠിച്ചു ബൈ ഹാർട്ടാക്കുക. ഏകദേശം ഒരു 5 ദിവസം കൊണ്ട് തന്നെ അത് ഇൻ്റർവ്യൂവിനുള്ളതാണെങ്കിലും അത് തന്നെ ഇൻ്റർവ്യൂ നടത്തിയിട്ടുള്ള ഈ കമ്പനിക്കാർ ഇൻ്റർവ്യൂ നടത്തിയിട്ടുള്ള നേരത്തെ ഒരുപാട് പിന്നെ വീഡിയോസൊക്കെ കാണും. അതൊക്കെ സെർച്ച് ചെയ്ത് അത് പലതവണ കണ്ട് മനസ്സിലാക്കി അതിൻ്റെ ക്വസ്റ്റ്യൻസ് എന്താണെന്നൊക്കെ എല്ലാം ഒന്ന് മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് ഏകദേശം ഒരു 5 ദിവസം ഒരു 6 ദിവസം കൊണ്ട് നമുക്കൊരു ഇൻ്റർവ്യൂവിന് എങ്ങനെ പങ്കെടുക്കാം, അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് എങ്ങനെ പങ്കെടുക്കാം എന്നുള്ള ഒരു മാനസിക അവസ്ഥയിൽ നമ്മൾ ചേർന്നിരിക്കണം. അവിടെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കണം. അങ്ങനെ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഒരു മൈൻഡ് തന്നെ അങ്ങ് ഫ്രീ ആകുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ മുന്നിൽ വേറെ 10 ദിവസങ്ങളുണ്ട്. പിന്നെ അടങ്ങിയിരിക്കാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് റിവൈൻഡ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും പുതിയതായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതും എടുത്ത് നമ്മൾ ഇതിനു വേണ്ടി തയ്യാറെടുക്കണം. അപ്പോൾ ഈ ഒരു 15 ദിവസം മറ്റുള്ള എല്ലാ കാര്യങ്ങളും നടന്നോട്ടെ. നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യവും നമ്മൾ ചെയ്തല്ലേ പറ്റൂ. അതെല്ലാം നടത്തിക്കഴിഞ്ഞ് ഒരു 10 മിനിറ്റോ ഒരു 15 മിനിറ്റോ ഇതിനു വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുക.